നമ്മൾ കാണേണ്ടത് വർഗീയത, മുസ്ലിം വിരുദ്ധത സ്ഥിരമായ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയായി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നിരന്തരം. എന്താണ് ഭൂരിപക്ഷത്തോട് നരേന്ദ്രമോദി പറയുന്നത്? നമ്മുടെ സ്വത്തുക്കളെല്ലാം അവർ കൊണ്ടുപോകും, അവർ കൂടുതൽ സന്തതികൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. ആരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ വിഭവങ്ങളും സമ്പത്തും ഒക്കെ വീതിക്കുമെന്ന് പറയുന്നത്? അക്കാദമിക്കായ തലത്തിൽ മിസ്റ്റർ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് മിസ്റ്റർ നരേന്ദ്രമോദി ചെയ്തത്. രാഷ്ട്രീയ അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ട പരസ്യമായിട്ട് ഇതുപോലുള്ളൊരു ചാനൽ ചർച്ചയിൽ ഈ കേരളത്തിൽ സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ശ്രീ കുഞ്ഞിക്കണ്ണോട് ചോദ്യം ചോദിക്കട്ടെ, ചെറിയൊരു ചോദ്യം. മുസ്ലിങ്ങൾ ജനസംഖ്യാ വർധനമുണ്ടാക്കി കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? താങ്കളുടെ ബഹുമാനായിട്ടുള്ള നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനാണ്. അല്ലേ? മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് വലിയ വിജയം നേടുന്നു എന്ന് പറഞ്ഞതാണ് താങ്കളുടെ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ. താങ്കൾക്ക് അറിയാത്ത കാര്യം തെറ്റായി ഇവിടെ ഉദ്ധരിക്കരുത്. അത് പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തെ മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു താങ്കളുടെ നേതാവ് പറഞ്ഞോ? നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? വി എസ് അച്യുതാനന്ദന്റെ പരാമർശത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? കേരളത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്ന ബി എസിന്റെ പ്രസ്താവനയോട് അനുകൂലിക്കുന്നുണ്ടോ? അതൊക്കെ ആ വീഡിയോ പൂർണ്ണമായി ഇപ്പൊ പുറത്തു വന്നാ അല്ല, ബി എസ് അച്യുതാനന്ദൻ പൂർണ്ണമായിട്ട് തന്നെ പറയുന്നത്. മലപ്പുറത്തെ കുട്ടികളെ കോപ്പി അടിച്ചാ ജയിക്കുന്നു പറഞ്ഞതോ? മലപ്പുറത്തെ കുട്ടികളെ കോപ്പി അടിച്ചാ ജയിക്കുന്നു പറഞ്ഞതോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. വി എസ് അച്യുതാനന്ദന്റെ വീഡിയോ എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ. അത് പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയെ കുറിച്ചാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. ശരി, ഓക്കെ. പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ എന്താ കേരളത്തെ മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എനിക്ക് ആ വാർത്താ സമ്മേളനം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് ഞാൻ വായിച്ചിരിക്കും. അച്യുതാനന്ദൻ ഡൽഹിയിൽ പോയ വേളയിൽ അന്ന് ഈ അധ്യാപകന്റെ ജോസഫിന്റെ കൈവെട്ടിയ സമയമാണ്. അത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ കുറിച്ച്, ആ സംഘടനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബൈക്കും മറ്റുമൊക്കെ കൊടുത്ത് യുവാക്കളെ ആകർഷിക്കുന്നു, ഒരു ഇത്രയോ വർഷം കൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യമാക്കാനാണ് ഈ കൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ സംഘടന പരിശ്രമിക്കുന്നത്. ഒരു സംഘടനയെ കുറിച്ച് പറഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ആരോപണമാണ്. എന്നാ അതേ പി എഫ് ഐയുടെ നിരോധനത്തിനെ എതിർക്കല്ലേ? അത് പിന്നെ പി എഫ് ഐയുടെ നിരോധനത്തിനെ എതിർക്കല്ലേ? അത് അവരോട് അത്ര എനിക്കറിയാൻ പാടില്ല. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ആയിട്ടുള്ള സംഘടനയുടെ നിരോധനത്തെ കുഞ്ഞിക്കണ്ണൻ അനുകൂലിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളെ കുറിച്ചാണോ പറഞ്ഞത്? ശരി, എന്തായാലും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് പി എഫ് ഐ എന്ന അന്നത്തെ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിങ്ങളല്ലേ? ശരി, പോപ്പുലർ ഫ്രണ്ട് മുസ്ലിങ്ങളല്ലേ? പോപ്പുലർ ഫ്രണ്ട് മുസ്ലിങ്ങളല്ലേ? എന്താ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിമാണോ? അവര് മുസ്ലിങ്ങളെ പേര് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന ആർ എസ് പോലുള്ള മറ്റൊരു സംഘടനയാ. ആർ എസിനെ പോലുള്ള മറ്റൊരു സംഘടന. അത് മുസ്ലിങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ശരി, ഓക്കെ. ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്ന ആർ എസിനെ പോലുള്ള ഒരു സംഘടനയാണ്. അങ്ങനെയൊന്നുമല്ല. ശരി, ശരി, ഓക്കെ. കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തില് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നയം വേണം. പക്ഷെ അതെന്താരും മനസ്സിലാക്കാത്തത്? സത്യം പറയാൻ ഇവിടെ തന്നെ സന്ദീപ് വാര്യർ എത്ര വികാരപരമായിട്ടാണ് സമ്പത്തിന്റെ പുനർവിതരണം ഒരു കുറ്റകൃത്യമാണോ? സമ്പത്ത് ആരാ നിങ്ങൾക്ക് കൈയടക്കി വെക്കാൻ അവകാശം തന്നത്? മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് അപഹരിച്ചെടുത്തവരാണ് ഇവിടുത്തെ അംബാനിമാർ, അദാനിമാർ. അങ്ങനെ BJP-ക്കാര് ഒരു മഹാകുറ്റകൃത്യമായിട്ടാണ് പാവപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് വൻകിട കുത്തകൾ കൈയടക്കി വെച്ചിരിക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം എത്തിക്കണം, അവർക്കും അവരുടെ ജീവനോപാധി ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് എന്തോ വലിയൊരു തെറ്റാണ്. എന്താണ് ഒരു ഭയങ്കര അർബൻ നക്സലീസ് ആണ് എന്നൊക്കെ പറയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് സാമൂഹ്യ നീതി നടപ്പാക്കണം, സമ്പത്തിന്റെ തുല്യമായ വിതരണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനമാണ്, അത് അർബൻ നക്സലിസമാണ്. ഓഹോ, അങ്ങനെയാണല്ലേ? ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണ സഖാവ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ഈ സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാണ് ഈ സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു അർബൻ നക്സലിസം എന്ന് മാത്രമല്ല, ആന മണ്ടത്തരം കൂടിയാണ്.
ഈ സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ള ഒരു രാജ്യങ്ങളും ഗതി പിടിച്ചിട്ടില്ല. പട്ടിണിയിൽ നിന്ന് കൂടുതൽ പട്ടിണിയിലേക്ക് പോയേ ചെയ്തിട്ടുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ഈ സമ്പത്ത്, ഈ വെൽത്ത് ക്രിയേഷൻ എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കുറ്റമല്ല. വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. വെൽത്ത് ക്രിയേറ്റേഴ്സ് ആണ് ഇവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അംബാനിയെ പോലെ തൊഴിൽ കൊടുക്കാൻ സാധിക്കുമോ? ഈ രാജ്യത്ത് റിലയൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അംബാനി ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പ് ഒക്കെ വ്യവസ്ഥാപിതമായി രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നികുതി അടച്ചുകൊണ്ട്, രാജ്യത്തെ നികുതി അടച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. അവർ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു, രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ നിങ്ങൾ പറയുന്ന ഇതേ കോർപ്പറേറ്റ് അദാനി സഖാവിന്റെ പേരെഴുതിയ ബലൂണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ആകാശത്തേക്ക് പറപ്പിച്ചത്. ജനങ്ങൾ കണ്ടിട്ടില്ല ഇതൊക്കെ. കുഞ്ഞിക്കണ്ണൻ സഖാവേ, നിങ്ങൾ പഴയ നക്സലൈറ്റ് ആണെന്ന് കരുതിയിട്ട് പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ മറച്ചു വെക്കല്ലേ. പിണറായി വിജയൻ ആകാശത്തേക്ക് അദാനിയുടെ ബലൂൺ ഉയർത്തിവിട്ടതും അദാനിയുടെ മകനെ ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി മൃഷ്ടാന്നം ഭക്ഷണം കൊടുത്തതും ഒക്കെ ജനങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അദാനി അംബാനി എന്നൊക്കെ പറയുമ്പോൾ ഇതേ ആളുകളൊക്കെ നിങ്ങളുടെ കൂടെയും ഉണ്ട്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഇവരെയൊക്കെ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരാറുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്തെ എല്ലാ ഗവൺമെന്റുകളും ചെയ്താണ്. രാജ്യത്തെ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാവാൻ, രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് വരണം. ഇൻവെസ്റ്റ്മെന്റ് വരാതെ കംപ്ലീറ്റ് പൂട്ടിക്കളഞ്ഞിട്ട് മുകേഷ് അംബാനി നാളെ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പിന്നെ നമ്മുടെ KT കുഞ്ഞിക്കണ്ണൻ സഖാവ് ചെയ്യുന്നത് പോലെ പരിപ്പോട്ടയും കട്ടൻ ചായയും കഴിച്ച് അവിടെ നിന്നിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ഗീർവാണ പ്രസംഗം നടത്തിയാൽ മതിയോ? നമ്മുടെ രാജ്യത്ത് വികസനം വേണ്ടേ? KT കുഞ്ഞിക്കണ്ണൻ ഈ നാട്ടില് ഒരു മനുഷ്യനെങ്കിലും ജോലി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിച്ചതല്ലാതെ ഏതെങ്കിലും തുറന്ന പാരമ്പര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ? വ്യക്തിപരമായി പറയല്ല, നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാവട്ടെ, യുവാക്കൾക്ക് തൊഴിൽ കിട്ടട്ടെ, നാട് നന്നാവട്ടെ. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം കൊണ്ട് ഈ നാട്, ഒരു നാടും നന്നായിട്ടില്ല, മുടിഞ്ഞു പോവുകയല്ലാതെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.